എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നത് വസ്തു വിൽക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പേരിലുള്ള വസ്തു വിൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രോഫിറ്റിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് വിളിക്കുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിൻ മേലുള്ള ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഈ വീഡിയോയിൽ കൂടി ക്യാപിറ്റൽ ഗെയിനിനെ കുറിച്ച് വിശദമായൊരു ക്ലാസ് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കണക്കാക്കുമ്പോൾ എങ്ങനെ അത് നിയമാനുസൃതമായും അതേസമയം പരമാവധി കുറവായും അടയ്ക്കാം എന്നതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നത്. ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് വസ്തു വിൽക്കുമ്പോൾ വിൽക്കുന്ന ആൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടതായുണ്ട്. ഈ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. രണ്ട് വിധത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് നിലവിലുള്ളത്. ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, രണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഒരു വ്യക്തി വസ്തു വാങ്ങിയതിന് ശേഷം 24 മാസം കൈവശം വെച്ച് അതിനുശേഷം വിൽക്കുകയാണെങ്കിൽ ഈ ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയി കണക്കാക്കപ്പെടും. 24 മാസത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഉൾപ്പെടുന്നു. ഈ രണ്ട് വിധത്തിലുള്ള ടാക്സുകൾക്കും പ്രത്യേകം നിബന്ധനകൾ നിലവിലുണ്ട്. ഇവിടെ ഞാൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണ സഹിതം നമുക്കിത് പരിശോധിക്കാം. ഒരു വ്യക്തി 2005 10 ലക്ഷം രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങി എന്ന് കരുതുക. അതിനുശേഷം 2009 അതിൽ ഒരു വീട്, അതിനോടുകൂടി കുറച്ച് അനുബന്ധ പണികൾ നിർവഹിച്ചു എന്നും കരുതുക. അതിനുശേഷം 2023 അദ്ദേഹം ആ വസ്തു 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. 24 മാസത്തിൽ അധികം കൈവശം വെച്ചതിനാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാണ് നാം കണക്കാക്കുന്നത്. ഇത് കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിൽക്കുന്ന തുകയിൽ നിന്ന് വാങ്ങിയ തുക കുറയ്ക്കുമ്പോഴാണല്ലോ ക്യാപിറ്റൽ ഗെയിൻ സംഭവിക്കുന്നത്. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കാൻ വേറെ ചില നിബന്ധനകൾ കൂടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ നിയമപ്രകാരം വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വിലയുടെ 2023 മൂല്യം എത്രയാണോ അത് കുറയ്ക്കാവുന്നതാണ്. അതായത് 10 ലക്ഷം രൂപയുടെ 2023 മൂല്യം എത്രയാണോ അത് കുറയ്ക്കാവുന്നതാണെന്ന് സാരം. ഇത് കണക്കാക്കുന്നത് വളരെ ലളിതമാണ്. 2001 മുതൽ 2024 വരെയുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതെല്ലാം റിട്ടേൺ സമർപ്പിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് മുഖേന നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ വ്യക്തി വീട് പണി, മറ്റ് അനുബന്ധ പ്രവൃത്തികൾ എന്നിവ ഇംപ്രൂവ്മെൻറ്റ്സ് ആയി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ തുകയുടെയും 2023 മൂല്യം കണക്കാക്കി നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. ഇത് കുറച്ച് കിട്ടുന്ന തുകയാണ് ക്യാപിറ്റൽ ഗെയിൻ. ഇതെല്ലാം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സമീപിച്ചാൽ അദ്ദേഹം ചെയ്തു തരുന്നതാണ്. എന്നാൽ ഇതിൽ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ തുക കണക്കാക്കുന്നതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നത്. നിങ്ങളുടെ വസ്തു വാങ്ങിയ വില നിങ്ങൾക്ക് ആധാരത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ നടത്തിയ വീട് പണി, അതിനോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ള ചുറ്റുമതിൽ, ഗേറ്റ്, പേവ്ഡ് ടൈൽസ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് പണികൾ, ബോർവെൽ, സബ് എന്നിവയും വീടിനുള്ളിൽ ചെയ്തിട്ടുള്ള ലക്ഷറി പണികളായ മോഡൽ കിച്ചൺ, മാർബിൾ ഫ്ലോറിംഗ്, ടീക്വുഡ് പാനലിംഗ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്നിവയുടെ പണികളുടെ തുക എത്രയെന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവയുടെ കൃത്യമായ ബില്ലുകളും ബാക്കി വൗച്ചറുകളും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടായിരിക്കാം. വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് വർഷത്തിലാണോ അത് പണിതത് ആ വർഷത്തിൻ്റെ പ്ലിന്ത് ഏരിയ റേറ്റ് അനുസരിച്ച് ഒരു തുക ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കുറയ്ക്കാൻ തയ്യാറായേക്കാം. എന്നാൽ മേൽപ്പറഞ്ഞ പണികളുടെ തുക കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ബില്ലുകളോ വൗച്ചറോ അല്ല ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇത് പലർക്കും സാധ്യമായെന്ന് വരില്ല, കാരണം അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇതുമൂലം ഇംപ്രൂവ്മെൻറ്റ്സ് തുക കൃത്യമായി കുറയ്ക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർക്ക് സാധിക്കാറില്ല. ഇത്തരുണത്തിൽ ക്യാപിറ്റൽ ഗെയിൻ വാല്യുവേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് വാല്യുവറുടെ സേവനം തേടുന്നത് നന്നായിരിക്കും. അദ്ദേഹം നിങ്ങളുടെ വസ്തുവിൽ വരുത്തിയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ യഥാർത്ഥ കണക്കെടുത്ത് അതിന് ചിലവായ തുക കണക്കാക്കി സർട്ടിഫൈ ചെയ്യുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതുകൂടി ഉൾപ്പെടുത്തി ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ 2023 മൂല്യം കണ്ടുപിടിച്ച് കുറയ്ക്കുന്നതാണ്. ഇങ്ങനെ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ വാല്യൂ ഇൻഡെക്സേഷൻ വഴിയും വലിയൊരു തുക ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. രജിസ്റ്റേർഡ് വാല്യുവർക്ക് കൊടുക്കുന്ന ചെറിയൊരു തുകയുടെ
ഇത്തരം കാര്യങ്ങൾ സാമാന്യ ജനങ്ങൾ അജ്ഞരായതിനാൽ അവർക്ക് നിയമാനുസൃതമായി ലഭിക്കേണ്ട പല ഇളവുകളും കിട്ടാതെ പോവുകയും വലിയൊരു തുക അവർ ടാക്സ് ആയി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഗവൺമെൻറ് ടാക്സ് നൽകുന്ന ആളുകളെ സഹായിക്കാൻ സാമാന്യ ജനത്തിന് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. പലപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുന്നില്ല എന്ന കാര്യവും നിലവിലുണ്ട്. അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി പറയാൻ ശ്രമിച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടെ വിൽക്കുന്ന വസ്തുവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുക കണ്ടുപിടിക്കാൻ ഒരു രജിസ്റ്റേർഡ് വാല്യൂയുടെ സേവനം വളരെ അത്യാവശ്യമാണ് എന്ന് പറയാനാണ്. താങ്ക് യു.